UDFിന് ചരിത്ര വിജയം നൽകിയ ജനപ്രതിനിധികൾക്ക് നിലമ്പൂരിൽ സ്വീകരണമൊരുക്കി. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ UDF ജനപ്രതിനിധികൾക്കായിരുന്നു OCK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വീകരണം നൽകിയത്. MLA ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമാരംഭം 2K25 എന്ന പരിപാടി വണ്ടൂർ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാവുന്നേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ഇത്തരമൊരു യോഗം വിജയിച്ച എല്ലാവരെയും വിളിച്ചു ചേർത്ത് ആദരിക്കാൻ പ്രിയപ്പെട്ട MLA തീരുമാനിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഞാനിതിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്നാ ഒന്ന് വിളിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് എനിക്ക് പോലും എൻ്റെ നിയോജകമണ്ഡലത്തിൽ വിളിക്കുന്നതിന് സമയം തരുന്നതിന് മുമ്പാണ് ഷൗക്കത്തെ വിളിച്ചു ചേർത്ത് നിങ്ങളൊക്കെ ആദരിക്കുന്നത്. എനിക്കതിലേറെ സന്തോഷമുണ്ട്. കാരണം നിലമ്പൂരിലുണ്ടായിട്ടുള്ള ഈ ഒരു വിജയം ചെറിയ വിജയമല്ല. ഞാനിങ്ങനെ ഷൗക്കത്തിനോട് ഇസ്മായിൽ മൂത്തേടത്തിനോട് ആ കണക്ക് ചോദിച്ചപ്പോൾ ഏതാണ്ട് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും കൗൺസിലർമാരിലും ഏതാണ്ട് 40 പേരാണ് LDFിൻ്റെ വിജയിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന 2/3 അതിലധികവും വിജയിച്ചത് UDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മലപ്പുറത്ത് പത്രക്കാരെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിലമ്പൂരിൽ നഗരസഭ തിരിച്ചു പിടിക്കും. ഞാൻ പറഞ്ഞു, എന്താ സംശയം? തിരിച്ചു പിടിച്ചിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിയമസഭയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ 4000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊരറിവ് ഞങ്ങൾക്കുണ്ട്. അത് കൂടുതലാതെ കുറയില്ല. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പിടിക്കുമെന്നൊരു ധൈര്യം പറഞ്ഞു. പക്ഷേ നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നിലമ്പൂർ നഗരസഭയിലും നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ടായത്. ചിലരൊക്കെ ചില പഞ്ചായത്തിൻ്റെ സംശയമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ UDFിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുക. സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ വിജയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വിജയം നമുക്ക് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം മത്സരം നമുക്ക് നടത്തേണ്ടി വന്നു. വലിയ ഭൂരിപക്ഷത്തിന്, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷത്തിന് തന്നെ 14,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ഇത്തവണ അത് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിലുള്ളത്. പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFിനുണ്ടായതെന്നും ഇത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വലിയ ഊർജം പകരുമെന്നും MLA പറഞ്ഞു. CH ഇഖ്ബാൽ അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ മൂത്തേടം, പാലോളി മെഹബൂബ്, A ഗോപിനാഥ്, ബാബു തോപ്പിൽ, ജേക്കബ് പാണായി, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പത്മിനി ഗോപിനാഥ്, NA കരീം, VA കരീം തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും നിലമ്പൂർ നഗരസഭയിലെയും വിജയിച്ച UDFിന്റെ 153 അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.